ഒന്നാം ഘട്ടമറിയപ്പെടുന്നത് റൂഹുകളുടെ ലോകമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായ മാംസപിണ്ഡത്തിലേക്ക്, ആ മാംസപിണ്ഡത്തിലേക്കാണല്ലോ റൂഹ് നിക്ഷേപിക്കപ്പെടുന്നത്. ഒരുമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞു 4 മാസം പ്രായമാകുമ്പോഴാണ് ثم يرسل إليه ملك, ആ മാംസപിണ്ഡത്തിലേക്ക് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറയുന്നുണ്ട്. ثم يرسل إليه ملك, ആ ശരീരത്തിലേക്ക് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടും. പിന്നെയോ فينفخ فيه الروح, ആ മലക്ക് വന്നുകൊണ്ട് മാംസപിണ്ഡത്തിലേക്ക് റൂഹ് ഊതുകയായി. അതോടുകൂടെ ആ മാംസപിണ്ഡത്തിൽ ജീവൻ വന്നു, റൂഹ് കടക്കുകയായി. ഈ റൂഹ് 4 മാസം പ്രായമാകുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലെ മാംസപിണ്ഡത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഈ റൂഹുണ്ടായിരുന്നത്? അതാണ് എന്റെ പ്രിയമുള്ള സഹോദര ഒന്നാം ലോകം. അതാണ് ഒന്നാം ലോകം, മനുഷ്യന്റെ ഒന്നാം ലോകം അതാണ്. എന്താണ് മരണമെന്ന് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ മാംസപിണ്ഡത്തിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത്? അതാണ് ഒന്നാം ലോകം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ഓർമ്മയുള്ള വല്ലവരുമുണ്ടോ? വൈദ്യശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ഭൗതിക ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യക്കുഞ്ഞിന് ജീവനോടെ പുറത്തു വരണമെങ്കിൽ 6 മാസക്കാലമെങ്കിലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവന് കഴിയണം. ഇവർ പറയുന്നു 4ാമത്തെ മാസത്തിൽ ഈ മാംസപിണ്ഡത്തിൽ ചില പ്രത്യേകമായ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, 4 മാസം പ്രായമാകുമ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള മാംസപിണ്ഡത്തിൽ ചില പ്രത്യേകമായ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നിവർ പറയുന്നുണ്ട്. എന്താണ് ചലനമെന്നവർക്കറിയില്ല. എന്താണ് ആ ചലനമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുക്കുന്നത് മാത്രമായി പ്രവാചകർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എവിടെയും പഠിച്ചു പോയിട്ടില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ ആ 4 മാസം പ്രായമാകുമ്പോ മാംസപിണ്ഡത്തിലേക്ക് കടന്നു വരുന്നത് റൂഹാൻ. എവിടെന്നായി റൂഹ് ഉണ്ടാകുന്നത്? ഇന്ന് വരെ ലോകത്തിന് പറയാൻ കഴിഞ്ഞില്ല റൂഹ് എവിടെ നിന്നാണെന്ന്. മനുഷ്യ ശരീരമല്ല നമ്മൾ ചിന്തിക്കണം. ഞാനെന്ന് പറയുന്നത് എന്റെ ശരീരമല്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടതെന്റെ കയ്യാണ്, നിങ്ങൾ കാണുന്നതെന്റെ മുഖമാണ്, നിങ്ങൾ കാണുന്നത് ഞാൻ ധരിച്ച വസ്ത്രമാണ്. ഒരിക്കലും നിങ്ങളാരും നിങ്ങളെ കണ്ടിട്ടില്ല. കണ്ണാടിയുടെ മുമ്പിൽ പോയി ശ്രദ്ധിക്കുന്ന ആൾ കാണുന്നത് അയാളെയല്ല എന്റെ സഹോദര, നിങ്ങളെയല്ല. നിങ്ങളുടെ കണ്ണിന്റെ ബാഹ്യമായ പ്രതലമാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ തൊലിയാ നിങ്ങൾ കാണുന്നത്, മുഖമാ കാണുന്നത്, ശരീരമാണ് കാണുന്നത്. ശരീരമല്ല നാം. ചിന്തിക്കണം, ശരീരമല്ല നാം. പിന്നെയോ ഈ ശരീരത്തിനകത്ത് അന്തർലീയമായി കിടക്കുന്ന റൂഹെന്ന് പറയുന്ന അത്ഭുതമുണ്ടെന്റെ സഹോദര. അത് അല്ലാഹുവിന്റെ ഖജാനയിൽ നിന്ന്, ഖജനാവിൽ നിന്ന് അല്ലാഹു ഔദാര്യമായി തന്ന ഒന്നാണ് റൂഹ് എന്ന് പറയുന്നത്. ഈ റൂഹിന് ഭൂമിയിൽ തനിയെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ ഒരു പ്രത്യേകമായ സ്ഥലത്ത് ആ റൂഹിനെ പിടിച്ചു നിർത്താനുള്ള സംവിധാനമാണ് അല്ലാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ് ശരീരം. ശരീരത്തിനല്ല പ്രാധാന്യം, റൂഹിനാണ് എന്റെ സഹോദര പ്രാധാന്യം. ഈ റൂഹ്, നിങ്ങൾ അല്ലാഹനെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്ന നാസ്തികന്മാരെ, ദൈവനിഷേധികളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നീ നിന്നെ കണ്ടിട്ടുണ്ടടാ, പിന്നെ നീ ദൈവത്തെ നിഷേധിക്കാൻ ആര്? നീ നിന്നെ കണ്ടിട്ടില്ല. എന്താണ് മനുഷ്യനെന്ന രഹസ്യം? ഇന്ന് വരെ കേവലം 5 അടിയോ 6 അടിയോ പൊക്കമുള്ള മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇന്ന് വരെ എന്താണ് മനുഷ്യനെന്ന് കണ്ടെത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. യസ്അലൂനക അനിർ റൂഹ്
ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവിന്റെ രഹസ്യം എന്തെന്ന് നബിയേ അങ്ങയോട് ആളുകൾ ചോദിക്കുന്നു. യാ റസൂലല്ലാഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിന്റെ റബ്ബിന്റെ കാര്യമാണെന്നങ്ങ് പറഞ്ഞേക്കണേ. മനുഷ്യനതിൽ കൈകടത്തൽ നടത്താൻ കഴിയില്ല. വിഷയം ഞാൻ പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് റൂഹിനെ, മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേറിട്ടു പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്, അല്പകാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. കഴിയുമോ എന്ന് ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള 4 മാസം പ്രായമായ ശരീരത്തിലേക്ക് കേവലം കൂടുമാത്രമാണത്. ആ ശരീരത്തിലേക്ക് നമ്മൾ വന്ന് കയറുന്നതിന് മുമ്പ് നമ്മുടെ റൂഹ് എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത്, അതാണ് ആലമുൽ അർവാഹ്, അതാണ് റൂഹുകളുടെ